രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കിയത് ദാ ഇവരാണ്. ഷാഫി പറമ്പലിനെയും അകത്താക്കും. മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം തള്ളിയതിന് പിന്നിൽ നിർണായകമായത് സത്യത്തിൽ മുൻ SFI നേതാവായിട്ടുള്ള ഗീനാകുമാരിയുടെ വാദമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രതിഭാഗത്തെ പൊളിച്ചടുക്കി പഴുതടച്ച വാദമായിരുന്നു അത് എന്ന് പറയുന്നതാണ് ശരി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയും അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഉപഹർജിയും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത് കോൺഗ്രസിലെയും UDFിലെയും രാഹുൽ അനുകൂലികൾക്ക് വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത്തരത്തിലൊരു തള്ളലുണ്ടാകണമെങ്കിൽ, തള്ളിക്കളയണമെങ്കിൽ എന്തായിരിക്കും അതിന് വലിയ കാരണങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി വിധി വരും വരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരുന്ന നേതൃത്വത്തിന് വിധി വന്നതോടെ പുറത്താക്കേണ്ടി വന്നതും നാണക്കേടായിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിട്ട് മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ വന്നതും മറ്റൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടതുമൊക്കെ ഇതൊക്കെ പരിഗണിച്ചാണ് കോടതിയുടെ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഇടപെടൽ വളരെ ശ്രദ്ധേയമാണ്. മാങ്കൂട്ടത്തിന് എതിരായിട്ടുള്ള തെളിവുകൾ കൃത്യമായിട്ട് കോടതി മുൻപാകെ അവതരിപ്പിച്ചത് ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ഗീനാകുമാരിയാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിലായിരുന്നല്ലോ ചൂടുപിടിച്ച വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. പ്രതിഭാഗം ഹാജരാക്കിയ എല്ലാ തെളിവുകളെയും അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകളും വാദമുഖങ്ങളുമാണ് പോലീസിന് വേണ്ടിയിട്ട് ഗീനാകുമാരി കഴിഞ്ഞ ദിവസം നിരത്തിയത് എന്നുള്ളത്. ആണ് ഞാൻ പറഞ്ഞത്, പഴുതടച്ചുള്ള വാദങ്ങളായിരുന്നു. ഇതോടുകൂടിയാണ് പ്രതിഭാഗം ഉന്നയിച്ച എല്ലാ വാദങ്ങളും കോടതി തള്ളിക്കളഞ്ഞത്. മാങ്കൂട്ടത്തിനെതിരെ പ്രഥമദൃഷ്ട്യാ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുവാൻ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്നുകൂടി പറയുകയും ചെയ്തു. നിർബന്ധിത ഗർഭഛിദ്രത്തിന് തെളിവുണ്ട് എന്നും പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത് തെളിവ് നശിപ്പിക്കുവാൻ കാരണമാകുമെന്നുമാണ് പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് ഗീനാകുമാരി വാദിച്ചിരുന്നത്. പോലീസിന്റെ റിപ്പോർട്ടിലും പ്രതിക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളുള്ളതാണ് ഉണ്ടായിരുന്നത്. ഇതും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ മെഡിക്കൽ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കുകയുണ്ടായി എന്നുള്ളതാണ്. യുവതിയെ മാങ്കൂട്ടത്തിൽ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു എന്നും ഇത് അവരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ വാദങ്ങൾക്ക് മുന്നിൽ പ്രതിഭാഗം പതറി നിൽക്കുമ്പോഴാണ് ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോടതി തീരുമാനവും കൃത്യമായിട്ട് പ്രഖ്യാപിച്ചെന്ന് കഴിഞ്ഞ ദിവസം. ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സകല പ്രതീക്ഷകളും തല്ലിക്കെടുത്തുന്ന വിധി തന്നെയാണ് ഇത് എന്നതിൽ യാതൊരു സംശയമില്ല. മുഖം രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട് എങ്കിലും കേസിന്റെ ഗതി മാറുമോ എന്നുള്ളൊരു ആശങ്ക UDF നേതൃത്വത്തിന് ഉണ്ട് താനും. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവം സംബന്ധിച്ച പരാതി ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടും അത് അവഗണിച്ചതായിട്ട് കോൺഗ്രസിൽ തന്നെ യുവതികൾ അത് പരസ്യമായിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മറ്റൊരു പ്രതിസന്ധിയിലേക്കാണ് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ കോൺഗ്രസിനെ കൊണ്ടാക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഷാഫി പറമ്പിലിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മൊഴികൾ ലഭിച്ചാൽ അദ്ദേഹത്തെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഉറപ്പാണ്. തൂക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യം. ഷാഫി പറമ്പിലിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കണമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ ആവശ്യപ്പെട്ടത് വളരെ ഗൗരവമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം അടക്കം നോക്കിക്കാണുന്നത്. കർണാടകയിൽ ഒളിവിൽ കഴിയാൻ വേണ്ടി അവിടുത്തെ കോൺഗ്രസ് നേതാക്കളാണ് മാങ്കൂട്ടത്തിനെ സഹായിക്കുന്നത് എന്നും സംസ്ഥാനത്തെ ഒരു നേതാവാണ് ഇതിനെ ഏകോപിപ്പിക്കുന്നതെന്നുള്ള വിവരവും ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ മാങ്കൂട്ടത്തിൽ ഷാഫി വിഭാഗത്തെ തകർക്കുവാനുള്ള നീക്കമായിട്ട് ഇപ്പോഴത്തെ കേസിനെയും വിവാദത്തെയും മറുഭാഗം ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയും വേറിട്ട കാഴ്ച തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ പല ചേരികളിലായി തിരിയുന്ന കാഴ്ചയാണ് ഇതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പാർട്ടി എന്ന് പറയപ്പെടുന്നത്, കോൺഗ്രസ് പോലൊരു പാർട്ടി എന്ന് പറയപ്പെടുന്നത് പിളരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തെ പരിണിതപ്രജ്ഞരായ നേതാക്കളുടെ ഇടപെടലുകൾ തന്നെയായിരിക്കും. പക്ഷെ ഒരിക്കലും ഇപ്പോൾ നടക്കുന്ന പോലത്തെ വിവാദങ്ങളോ വിവരക്കേടുകളോ ഒന്നും തന്നെ മുൻപുള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ എന്ന് പറഞ്ഞ് ഈ പറയുന്ന ലൈംഗിക വിവാദങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പലരും ഇടപെട്ടിട്ടുണ്ട്. ഇടപെടലുകൾ നടത്തി പൂർണ്ണമായിട്ടും ആ കേസ് തള്ളിക്കളയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ ഇടതുപക്ഷം ഒരു പൊളിറ്റിക്സ് കളിക്കുകയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചതായിട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു സുവർണാവസരമാണ്. സ്ത്രീ പീഡകർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന സർക്കാർ എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരിപ്പോൾ വോട്ട് പിടിക്കുന്നത്. ജില്ലാ കോടതി ജാമ്യം തള്ളിയത് സർക്കാരിന്റെ നടപടികളുടെ വിജയം കൂടിയാണ് എന്നുള്ളതാണ് CPM കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ജില്ലാ പ്രോസിക്യൂട്ടറുള്ള
ടി ഗീനാകുമാരിക്ക് വലിയ അഭിനന്ദനങ്ങളാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. SFI മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സണുമായിരുന്ന ടി ഗീനാകുമാരി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അവധി നൽകിയാണ് അഭിഭാഷക കുപ്പായം അണിഞ്ഞത് എന്ന് പറയുന്നത്. അവരെ തന്നെ ജില്ലാ ഗവൺമെന്റ് പ്രീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറാക്കിയ നടപടി ശരിയായിരുന്നു എന്ന് സർക്കാരിനെയും ബോധ്യപ്പെടുത്തുന്ന ഇടപെടലാണ് ഗീനാകുമാരി കോടതിയിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിദ്യാർത്ഥി ജീവിത കാലത്തിനിടയിൽ ചോര പുരണ്ട ഒരു പോരാട്ട ചരിത്രം തന്നെയുണ്ട് ഈ വനിതാ പോരാളിക്ക് എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. 1994-95 കാലത്ത് SFI നേതൃത്വത്തിൽ കേരള സർവകലാശാല നടത്തിയ വിളനിലം സമരത്തിനിടയിലും കൂത്തുപറമ്പ് സമരത്തിനിടയിലും പോലീസ് അതിഭീകരമായിട്ടാണ് ഇതേ ഗീനാകുമാരിയെ തല്ലിച്ചതച്ചിരുന്നത്. ഗീനാകുമാരിയുടെ തലതല്ലിപ്പൊളിച്ചും നിലത്തിട്ട് ചവിട്ടിയരച്ചും പോലീസ് നടത്തിയ ആക്രമണങ്ങൾ അതിക്രൂരമായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒഴുകിയ ചോരപ്പുഴയുടെ മറ്റൊരു അധ്യായമായിരുന്നു ഈ സംഭവങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അക്കാലത്ത് തന്നെയാണ് പോലീസ് വാഹനങ്ങളും തെരുവിൽ നിന്ന് കത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. വിദ്യാർത്ഥികളും പോലീസും നേർക്കുനേര് ഏറ്റുമുട്ടൽ നടത്തിയ രക്തരൂക്ഷിതമായിട്ടുള്ള ആ പോരാട്ട ചരിത്രം വല്ലാത്തൊരു ചരിത്രം ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ കാലഘട്ടത്തിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കോളേജുകൾ, യൂണിവേഴ്സിറ്റി കോളേജ് അടക്കമുള്ള കോളേജുകളിൽ പഠിച്ചവർക്ക് ഈ ഗീനാകുമാരി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് അറിയുകയും ചെയ്യാം. എന്തായാലും വല്ലാത്തൊരു ചരിത്രം തന്നെയാണത്. MLA ആയും മന്ത്രിയുമായും ഒക്കെ ഗീനാകുമാരി പൊതുരംഗത്തുണ്ടാകുമെന്ന് കരുതിയ രാഷ്ട്രീയ കേരളത്തിന്, പക്ഷേ ആ രാഷ്ട്രീയ കേരളത്തിന് മുന്നിലാണ് അവരിപ്പോൾ മറ്റൊരു വേഷത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏത് മേഖലയിലായാലും നീതിക്കൊപ്പം നിൽക്കുക, അതിനുവേണ്ടി പോരാടുക എന്ന ചുവപ്പ് പ്രത്യയശാസ്ത്ര ബോധം തന്നെയാണ് ഗീനാകുമാരി ഇപ്പോഴും നയിക്കുന്നത്. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലും പ്രകടമായിരിക്കുന്നത് എന്നാണ്. വളരെ കൃത്യമായിട്ടുള്ള ഗീനാകുമാരിയുടെ ഇടപെടലുകൾ, പഴുതടച്ച വാദരീതികൾ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ കഴിയാത്ത വണ്ണം ഒരവസ്ഥ ഉണ്ടാക്കുകയും ജാമ്യം നിഷേധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനും ആ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഗീനാകുമാരിയുടെ ഇടപെടലിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനം പാർട്ടിക്ക് പുറത്താകുന്നതും ഇപ്പോൾ ഇനി അടുത്തത് ജയിലിനകത്താക്കാൻ പോകുന്നതും.